മുറ്റത്ത് നിന്നപ്പോഴേ കയ്യിലൊരു വെള്ളത്തുള്ളി ചാടി. അതിൻ്റെ കളറാണെങ്കിൽ മഞ്ഞ. പെട്ടെന്ന് എൻ്റെ മെമ്മറി കുറേ വർഷങ്ങൾ പിന്നിലോട്ട് പോയി. കൊറോണയ്ക്കും ബ്ലാക്ക് മാനും ഒക്കെ മുമ്പ് ഇറങ്ങിയ ഒരു പ്രതിഭാസമായിരുന്നു കളറുള്ള മഴകൾ. ചിലയിടത്ത് മീൻ മഴ പെയ്യുന്നു, ചിലയിടത്ത് മഞ്ഞ കളറുള്ള മഴ, ചിലയിടത്ത് ചുമന്ന കളറുള്ള മഴ. അതൊരു സീസണായിരുന്നു. വാർത്തയിലും പത്രത്തിലും ഒക്കെ ഇത് തന്നെ സംഭവം. ഞാൻ വിചാരിച്ചു, ഇത് ഇനി മഞ്ഞമഴ വീണ്ടും തിരിച്ചു വന്നതാണോ? ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോഴുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഗേറ്റിൻ്റെ മുകളിൽ സർവമാന സ്ഥലത്തും ഈ മഞ്ഞ തുള്ളികൾ ചാടിക്കിടപ്പുണ്ട്. ഞെട്ടിപ്പോവില്ലേ? മഞ്ഞമഴ. ഇനി ഈ മഴ തുറന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? വരാനിരിക്കുന്ന വലിയ ദുരന്തമാണെങ്കിലോ? പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മളാകെ അന്വേഷിച്ചു. വാലിൻ്റെ തുമ്പ് മുറിച്ച വാലിനും കൂടി തുമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കേസിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒരു അന്വേഷകനും പോകാത്ത വഴികളോടൊക്കെ സഞ്ചരിച്ച് വീടിൻ്റെ താഴെയുള്ള മാട്ടുന്നുണ്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ട് എല്ലാ ചെടികളിലും ഈ സാധനമുണ്ട്. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഈ സാധനം അങ്ങ് സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അത് ബീപ്പ് പൂപ്പാണത്രേ. പി അല്ല, ബീപ്പ് പൂപ്പ് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ അപ്പിയാന്ന്. അടുത്ത് മണത്തം നോക്കി.